അത്തം തുടങ്ങി ഇന്ന് 4-ാമത്തെ ദിവസമാണ്. അത്തം, ചിത്തിര, ചോതി, വിശാഖം. ഇന്ന് ശരിക്കും വിശാഖമാണ് വേണ്ടത്, പക്ഷേ ഇന്ന് ചോതിയാണ്. കഴിഞ്ഞ 2 ദിവസം നാളെ ചിത്തിരയായിരുന്നു. അപ്പം ഈ ചോതി നാളിൽ മെയിനായിട്ടുള്ള പൂവ് ചെമ്പരത്തിയാണ്. അപ്പോൾ ചെമ്പരത്തിയൊക്കെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇന്ന് ഉച്ചയൂണിന് തയ്യാറാക്കിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചിക്കൻ വിഭവമാണ്. അപ്പോൾ വലിയ കഷ്ണങ്ങളായ ചിക്കൻ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാതെ. ഇത്ര തോനെ വെള്ളം എന്തിനാണെന്ന് വിചാരിക്കും. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, ആ വെള്ളം കളയേണ്ടതാണ്. അപ്പോൾ ഇത് വെന്ത ചിക്കൻ ഊറ്റി മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാതെ. ഇത് ഒരുപാടങ്ങ് മുരിഞ്ഞ് വാടുകയൊന്നും വേണ്ടേ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. അത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടങ്ങ് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. ഇത് പ്രസാദേട്ടൻ്റെ ഒരു ഫുഡാണ്. ഈ ഒരു ഐറ്റം ഞങ്ങളെ പഠിപ്പിച്ചത് പ്രസാദേട്ടനാണ്. കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് നീളത്തിൽ കീറിയിട്ടതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെന്ത ചിക്കൻ എന്താ ചെയ്തത്, ഇങ്ങനെ പറിച്ചിട്ടെടുത്ത് കൊണ്ടുവരണം. അതിൻ്റെ ബോണൊക്കെ മാറ്റിക്കളയാതെ വെറും അതിൻ്റെ ഇറച്ചി മാത്രം മതി. അതേപോലെ തന്നെ ഈ തക്കാളി ഉള്ളിൽ തല്ലി മാറ്റി എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇട്ട് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ റെഡിയായി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഒരു സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു ഗ്രേവി ഉള്ള കറി ആകുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും. പിന്നെ ഇത്തിരി അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അയില വരട്ടിയതും ഉണ്ട്, ചിക്കനും. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാല്ലേ. എൻ്റെ വീഡിയോ അത്ര കൊള്ളൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല.